കളിക്കുന്ന പ്രായമൊന്നും വിട്ടു മാറിയില്ല. ഓ, ഒരു എല്ലാ കുഞ്ഞി എന്തിനാണ് കൊച്ചു പിള്ളേർ കളിക്കുന്ന പോലെ ഓരോന്നും വീട്ടുമുറ്റത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? നീ ഇതെന്താണെന്ന് ഇത്താത്തക്ക് മനസ്സിലാവൂല. ഓ, അതെന്താണോ എനിക്ക് മനസ്സിലാവാണ്ടിരിക്കാൻ? മണലും തോണിയും കണ്ട എനിക്ക് മനസ്സിലാവൂലേ? ഇത്താത്തക്ക് ഇതൊന്നും മനസ്സിലാക്കാനുള്ള ഭൗതിക നിലവാരം ഇല്ലല്ലോ. അത് കിട്ടണമെങ്കിൽ എവിടെ പോണാവോ? ഒരു തവണ, ഒരേ ഒരു തവണയെങ്കിലും ബിനാലേക്ക് പോയി കാണണം. അന്റെ നട്ടപ്രാന്തം ഒച്ചക്കർക്കും എന്താന്ന് എനിക്കറിയാം. അതിന് കൊച്ചി പോയി ബിനാലെ കാണേണ്ട ആവശ്യമില്ല. ഇത് ഇൻസ്റ്റലേഷൻ ആണ്, ഇൻസ്റ്റലേഷൻ മനസ്സിലായോ? ഇത് പോയി അസേല് പോയി ഇങ്ങോട്ട് നോക്കി. ഇത് പിന്നെ കൊത്മലോണ്ട് ഉണ്ടാക്കി തോന്നി. ഈ നെയ്യ് കടിച്ചാ പൊട്ടാത്ത ഇംഗ്ലീഷും ഒക്കെ പറഞ്ഞ് ഇതെല്ലാം കൂടി ചേരുമ്പോ ഒരു വലിയ കലാരൂപമായിട്ട് മാറുകയാണ്. മനസ്സിലായില്ലേ? അത് കണ്ടിക്കുന്ന ഞങ്ങൾക്കും കൂടി തോന്നണ്ടേ? നോക്ക രസി, അത് തോണിയാണല്ലോ. ഈ തോണി ആരെങ്കിലും പറയോ? അത് മീനാ. അമ്മച്ചേ, ഇതൊരു കലാസൃഷ്ടിയാണ്, അതിനെ പരിഹസിക്കണ്ട. ഞാൻ ഈ തോണി ഉണ്ടാക്കിയത് നിങ്ങൾ ഇപ്പത്തുനിന്ന് എടുത്തിട്ട് അക്കരെ കടത്താനല്ല. ഇവന്റെ ഓരോരോ ഭ്രാന്ത് കേട്ടാലേ അതിന് നേരം ഉണ്ടാവും. അതൊക്കെ കൂടി കത്തിച്ചാലേ ഉച്ചക്കത്തെ ചോറിനുള്ള റിസ്വാനെ, അന്റെ ഇൻസുലേഷൻ എവിടെ? ഇതാണ് ഇൻസുലേഷൻ. ഇതിപ്പോ ഞാൻ ഉണ്ടാക്കൂലോ. പക്ഷേ എനിക്കൊരു വിഷൻ ഉണ്ട്, ഒരു കലാകാരന് മാത്രമുള്ള ഒരു വിഷൻ. പക്ഷെ കാണുന്ന എനിക്കൊരു വിഷയം മാത്രമേ ഉള്ളൂ, മുറ്റത്തെ പോയിൽ കുട്ടിയുടെ കളിപ്പാട്ടം. പക്ഷേ നീ നിന്റെ ഏട്ടനോട് ഇതിങ്ങനെയല്ല അവതരിപ്പിക്കണ്ടേ. ഈ ഇൻസ്റ്റലേഷൻ ഭയങ്കര സംഭവമാണെന്നൊക്കെ പറയണം. പത്രത്തിലൊരു വാർത്തയൊക്കെ വന്നാലേ എന്നെ ബിനാലേക്കാരൊക്കെ ഒന്ന് അറിയൂ. അവരറിഞ്ഞാലേ അടുത്ത ബിനാലേക്ക് എനിക്ക് സെലക്ഷൻ പോലും കിട്ടും. എന്റെ ഏട്ടൻ പറഞ്ഞു വെച്ച് എന്തും ചെയ്യാൻ എന്റെ വിചാരം. എന്റെ ഏട്ടനെ ഇങ്ങോട്ട് വിട്ടാ മതി, ബാക്കി കാര്യം ഞാനേറ്റ് ഒന്ന് പോയി തരും. ശരി, ആയിക്കോട്ടെ. എനിക്ക് തല്ലുകൊള്ളാണ്ട് കഴിച്ചാൽ ആയിക്കോട്ടെ.